ഏവർക്കും കല്ലാധുനി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് INS അരിഘട്ട്. ഭാരതത്തിന്, പ്രത്യേകിച്ച് നാവികസേനയ്ക്ക് ഇത് അഭിമാന നിമിഷം. ഇന്ത്യയുടെ രണ്ടാം ആണവ അന്തർവാഹിനിയായ INS അരിഘട്ട് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. അരിഹന്ത് വിഭാഗത്തിൽപ്പെടുന്ന ആണവ മിസൈൽ വാഹക അന്തർവാഹിനി ആഗസ്റ്റ് 29 വിശാഖപട്ടണത്ത് വെച്ച് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ സാന്നിധ്യത്തിലാണ് കമ്മീഷൻ ചെയ്തത്. ഇതോടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് ആക്രമിക്കാനും തിരിച്ചടിക്കാനുമുള്ള ശക്തിയും അതിൻ്റെ മൂർച്ചയും ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചവയാണ് അരിഹന്തും അരിഘട്ടും. ഇതുപോലുള്ള 5 എണ്ണമാണ് നാവികസേന ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്നത്. അരിഘട്ട് എന്ന വാക്ക് സംസ്കൃതത്തിൽ നിന്നുത്ഭവിച്ചതാണ്. ശത്രുവിനെ നശിപ്പിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അന്തർവാഹിനിയെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. എങ്കിൽ കൂടിയും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള 12 സാഗരിക K-15 മിസൈലുകളോ 3500 മുതൽ 5000 കിലോമീറ്റർ ദൂരപരിധിയുള്ള 4 K-4 ആണവ മിസൈലുകളോ വഹിക്കാൻ അരിഘട്ടിന് ശേഷിയുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിൽ ദീർഘദൂര പെട്രോളിംഗ് ലക്ഷ്യമിടുന്ന അരിഘട്ടിൻ്റെ നീളം 112 മീറ്ററും ഭാരം 6000 ടണ്ണുമാണ്. ആണവ അന്തർവാഹിനി നിർമ്മിക്കുന്ന 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അരിഹന്ത് ഗണത്തിൽപ്പെടുന്ന 3ാമത്തെ അന്തർവാഹിനിയായ അരിദമൻ അടുത്ത വർഷം നേവിയുടെ ഭാഗമാകും. ന്യൂസ് ഡെസ്ക്, കല്ലാധുനി ന്യൂസ്.